തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടമാണ് ഇപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രം. ഇവിടെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസും ശാസ്തമംഗലം വാർഡ് കൗൺസിലറുടെ ഓഫീസും ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൗൺസിലർ ശ്രീലേഖ തന്റെ ഓഫീസിലെ സ്ഥലപരിധി ചൂണ്ടിക്കാട്ടി MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തനിക്ക് പൊതുജനങ്ങളെ സ്വീകരിക്കാനും ഔദ്യോഗിക കൃത്യനിർവഹണത്തിനും നിലവിലുള്ള സൗകര്യം അപര്യാപ്തമാണെന്നും അതിനാൽ MLA ഓഫീസ് വിട്ടുതരണമെന്നുമാണ് ശ്രീലേഖയുടെ വാദം. എന്നാൽ തനിക്ക് കൗൺസിൽ അനുവദിച്ച സമയപരിധി മാർച്ച് 31 വരെയാണെന്നും അതുവരെ ഓഫീസ് ഒഴിയാൻ തയ്യാറല്ലെന്നും VK പ്രശാന്ത് വ്യക്തമാക്കിയതോടെ സംഗതി പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കം അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു സുവർണ അവസരമാണ്. CPMന്റെ കോട്ടയായിരുന്ന കോർപ്പറേഷനിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ BJP ഈ സന്ദർഭത്തെ കൃത്യമായി ഉപയോഗിക്കുന്നു. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നൂറുകണക്കിന് കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വാടകയ്ക്ക് നൽകിയതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് BJPയുടെ പ്രധാന ആരോപണം. പല കെട്ടിടങ്ങളും നിയമവിരുദ്ധമായി കൈമറിഞ്ഞു പോയെന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇപ്പോൾ അവ ഉപയോഗിക്കുന്നതെന്നും BJP നേതാക്കൾ ആരോപിക്കുന്നു. ഈ ക്രമക്കേടുകൾക്ക് CPMന്റെ മുൻ ഭരണസമിതികളുടെ ഒത്താശ ഉണ്ടായിരുന്നു എന്നതാണ് BJP ഉയർത്തുന്ന രാഷ്ട്രീയവാദം. പല വാണിജ്യ സ്ഥാപനങ്ങളും വെറും 250 രൂപ മുതൽ 1000 രൂപ വരെയുള്ള തുച്ഛമായ മാസ വാടകയ്ക്കാണ് കോർപ്പറേഷന്റെ മുറികൾ കൈവശം വെച്ചിരിക്കുന്നത്. ഇവ വലിയ തുകയ്ക്ക് മറിച്ച് വാടകയ്ക്ക് നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന മാഫിയ തന്നെ നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. MLA ഓഫീസിന് 300 സ്ക്വയർ ഫീറ്റിനും വെറും 832 രൂപ മാത്രമാണ് വാടകയെന്ന വസ്തുത പുറത്തു വന്നതോടെ ഇത്തരത്തിൽ ആനുകൂല്യം പറ്റുന്ന സ്വകാര്യ വ്യക്തികളെ കണ്ടെത്താൻ BJP ഭരണസമിതി കർശന നീക്കം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം മേയർ VV രാജേഷ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. MLAയും കൗൺസിലറും തമ്മിലുള്ള തർക്കം വ്യക്തിപരമോ രാഷ്ട്രീയമോ എന്നതിലുപരി കോർപ്പറേഷന്റെ ആസ്തികൾ ദുരുപയോഗം ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നതിലാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള മുഴുവൻ കെട്ടിടങ്ങളുടെയും വാടക കരാറുകളും ഉടമസ്ഥാവകാശ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വാടക കരാർ ലംഘിച്ച് മറിച്ചു നൽകിയ കെട്ടിടങ്ങൾ തിരിച്ചുപിടിക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം. പല വ്യാപാര സ്ഥാപനങ്ങളും തലമുറകളായി കൈമാറി വരുന്നത് നഗരസഭയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് BJP ചൂണ്ടിക്കാട്ടുന്നു. കെട്ടിട വാടകയ്ക്ക് പുറമെ കൃത്യമായി നികുതി കോർപ്പറേഷനിലേക്ക് ലഭിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും. ഈ വിവാദം കേവലം രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒതുങ്ങുന്നില്ല. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതി വിഷയം ഗൗരവകരമാക്കി. MLAയുടെയും കൗൺസിലറുടെയും ഓഫീസുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും രഹസ്യ വാടക കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവ നേടിയെടുത്തതെന്നും പരാതിയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണമോ ഉന്നതതല അന്വേഷണമോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. CPM ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് VK പ്രശാന്തിന്റെ ജനപ്രീതി ഉയർത്തിക്കാട്ടിയാണ്. വട്ടിയൂർക്കാവിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന MLA ബുദ്ധിമുട്ടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് CPM ആരോപിക്കുന്നു. തദ്ദേശ മന്ത്രി MP രാജേഷും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും MLAയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് വിവാദത്തിന് സംസ്ഥാനത്തിനുള്ളിലെ പ്രാധാന്യം നൽകി. മറുഭാഗത്ത് BJP കൗൺസിലർ ശ്രീലേഖ ഉയർത്തിയ ആവശ്യം തന്ത്രപരമായി മാറ്റിയെടുക്കാൻ BJPക്ക് സാധിച്ചു. തുടക്കത്തിൽ ശ്രീലേഖയുടെ ആവശ്യം BJPക്ക് പ്രതിരോധത്തിലാക്കിയെങ്കിലും പിന്നീട് അത് കോർപ്പറേഷനിലെ അഴിമതി വിരുദ്ധ പോരാട്ടമായി മാറ്റാൻ മേയർക്കും BJP നേതൃത്വത്തിനും കഴിഞ്ഞു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വെറും 250 രൂപയ്ക്ക് സ്വകാര്യ വ്യക്തികൾ അനുഭവിക്കുന്നത് നീതികേടാണ്. നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കേണ്ട ആസ്തികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ചിലർ കൈവശം വെച്ചിരിക്കുന്നത് അന്വേഷിക്കണമെന്ന പൊതുവികാരവും നഗരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ BJP നടത്തുന്ന ഈ അന്വേഷണ നീക്കം ജനപിന്തുണ നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ MLA ഓഫീസുകൾ പോലുള്ള പൊതുസേവന കേന്ദ്രങ്ങളെ കച്ചവട സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന വാദവും ഉയരുന്നുണ്ട്. ജനപ്രതിനിധികൾക്ക് ജനങ്ങളെ കാണാൻ സൗകര്യപ്രദമായ സ്ഥലത്ത് ഓഫീസ് ആവശ്യമാണ്. എന്നാൽ അത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാകണമെന്ന് മാത്രം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ഓഫീസ് യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകും. VK പ്രശാന്ത് MLA ഓഫീസ് ഒഴിയാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിയമപരമായ മാർഗങ്ങളിലൂടെ അദ്ദേഹത്തെ പുറത്താക്കാനോ അതല്ലെങ്കിൽ വാടക വർദ്ധിപ്പിക്കാനോ ഭരണസമിതി ശ്രമിച്ചേക്കാം. അതോടൊപ്പം കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ വാടക മാഫിയെക്കുറിച്ചുള്ള അന്വേഷണം CPMലെ പല പ്രമുഖരിലേക്ക് നീങ്ങിയാൽ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും വലിയ ചർച്ചാ വിഷയമാകും. BJP ഇതിനെ CPMന്റെ ഭരണ സ്വാധീനത്തെ തകർക്കാനുള്ള ആയുധമാക്കുമ്പോൾ വികസന നായകൻ എന്ന പ്രതിച്ഛായ നിലനിർത്തി ഇതിനെ നേരിടാനാണ് VK പ്രശാന്തിന്റെയും CPMന്റെയും ശ്രമം. തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഈ തർക്കം ആര് ജയിക്കുമെന്നത് ഭരണസമിതി നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടിനെ കൂടി ആശ്രയിച്ചിരിക്കും.